കൊതുകുജന്യ രോഗങ്ങൾ ബാധിച്ച് കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ സംസ്ഥാനത്ത് 513 പേർ മരിച്ചു എന്ന കണക്ക് വന്നിരിക്കുന്നു. ഡെങ്കിപ്പനി ബാധിച്ചാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത്. 432 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. മലേറിയ ബാധിച്ച് 16 പേരും ജപ്പാൻ ജ്വരം കൊണ്ട് 5 പേരും 5 കൊല്ലത്തിനിടെ മരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. കൊതുകുജന്യ രോഗങ്ങളായ മലേറിയ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, ചിക്കുൻഗുനിയ എന്നിവ ബാധിച്ച് സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ മരിച്ചത് 513 പേരെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്ക്. 2020 ജനുവരി 1 മുതൽ 2025 നവംബർ 7 വരെയുള്ള കണക്കുകളാണിത്. ഇതിൽ 432 പേരും ഡെങ്കിപ്പനി ബാധിച്ചാണ് മരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. പുറമെ 58 മരണങ്ങൾ ഡെങ്കിപ്പനി മൂലമെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മലേറിയ ബാധിച്ച് 16 പേരും ജപ്പാൻ ജ്വരം ബാധിച്ച് 5 പേരും ചിക്കുൻഗുനിയ ബാധിച്ച് 2 പേരും ഇക്കാലയളവിൽ മരിച്ചു. എറണാകുളം ജില്ലയിലാണ് കൊതുകുജന്യ രോഗങ്ങളാലുള്ള മരണങ്ങൾ കൂടുതൽ. 5 വർഷത്തിനിടെ ഡെങ്കിപ്പനി ബാധിച്ച് 108 പേരും മലേറിയ ബാധിച്ച് 2 പേരും എറണാകുളത്ത് മരിച്ചു. കൊല്ലത്ത് 84, പാലക്കാട് 57, തൃശൂരിൽ 53, തിരുവനന്തപുരത്ത് 49 പേരും ഡെങ്കിപ്പനി ബാധിച്ച് ഇക്കാലയളവിൽ മരിച്ചു. ഇടുക്കിയിൽ 6ഉം കൊല്ലത്ത് 3ഉം മലേറിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊതുകുജന്യ രോഗങ്ങളാൽ മരണപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനും അത്തരം സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 2023 ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായത്. 2023 സംസ്ഥാനത്ത് 165 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. 2024 141 ഡെങ്കിപ്പനി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കൊല്ലം ഇതുവരെ 44 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 18 മരണം ഡെങ്കിപ്പനി മൂലമെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മലേറിയ ബാധിച്ച് ഇക്കൊല്ലം റിപ്പോർട്ട് ചെയ്തത് 2 മരണം. കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് സംസ്ഥാനം നിലവിൽ തുടർന്നു പോരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.